ഹായ് സ്റ്റുഡൻസ്, ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മളെ സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. എന്താണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ അതിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ക്ലാസ് കഴിഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആ പഠിച്ച പ്രോപ്പർട്ടീസ് ബേസ് ചെയ്തിട്ടുള്ള സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുമെന്ന് പറഞ്ഞു. ക്ലിയർ? അപ്പോൾ നമുക്കിന്ന് പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലമാണ്. ചോദ്യം ഒന്ന് ഞാൻ വായിക്കാം. കാൽക്കുലേറ്റ് ദ സ്പെസിഫിക് വെയ്റ്റ്, ഡെൻസിറ്റി ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് 1 liter ഓഫ് ലിക്വിഡ് വിച്ച് വെയ്സ് 7 Newton. ക്ലിയർ? ക്വസ്റ്റ്യൻ എല്ലാവരും വായിച്ചു എന്ന് വിചാരിക്കുന്നു. കാൽക്കുലേറ്റ് ദ സ്പെസിഫിക് വെയ്റ്റ്, ഡെൻസിറ്റി ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് 1 liter ഓഫ് ലിക്വിഡ് which weighs 7 Newton. ക്ലിയർ? ഓക്കെ. എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? സ്പെസിഫിക് വെയ്റ്റ് നമുക്ക് കാണണം, ഡെൻസിറ്റി കാണണം, സ്പെസിഫിക് ഗ്രാവിറ്റി കാണണം. ഏതിൻ്റെ? 1 liter ഓഫ് എ ലിക്വിഡ്. ഒരു ലിക്വിഡാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ലിക്വിഡിൻ്റെ 1 liter ഓഫ് ലിക്വിഡിൻ്റെ ആ ലിക്വിഡിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് 7 Newton ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കുക. 1 liter ഒരു ലിക്വിഡ് ഉണ്ട്. ആ ലിക്വിഡ് 1 liter ആണ്. ആ ലിക്വിഡിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് 7 Newton ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 7 Newton വെയ്റ്റിലുള്ള 1 liter ലിക്വിഡിൻ്റെ സ്പെസിഫിക് വെയ്റ്റും ഡെൻസിറ്റിയും സ്പെസിഫിക് ഗ്രാവിറ്റിയുമാണ് നമ്മൾക്ക് കാണേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ പ്രോബ്ലം ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആദ്യം ഗിവൺ ഡാറ്റ എഴുതുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാനിവിടെ എഴുതാം. ഗിവൺ വാട്ട് ആർ ദ ഡാറ്റാസ് ഗിവൺ. എന്തൊക്കെ ഡാറ്റാസാണ് നമുക്ക് തന്നിരിക്കുന്നത്? 1 liter ഓഫ് എ ലിക്വിഡാണ്. 1 liter എന്ന് പറഞ്ഞാൽ എന്താണ്? ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയമാണ് തന്നിരിക്കുന്നത്. ഓക്കെ, വോളിയമാണ് തന്നിരിക്കുന്നത്. സോ ഹിയർ വി ക്യാൻ റൈറ്റ് വോളിയം. വോളിയത്തിന് ഞാൻ ക്യാപിറ്റൽ ലെറ്റർ വി എന്ന് കൊടുക്കണം. വി എന്താണ്? വോളിയം എത്രയാണ് തന്നിരിക്കുന്നത്? 1 liter ആണ് അല്ലേ? 1 liter 1 liter ആണ് വോളിയം ഓഫ് ലിക്വിഡ്. ഓക്കെ, നിങ്ങൾ എഴുതണം വോളിയം ഓഫ് ലിക്വിഡ് എന്ന് എഴുതുക. വോളിയം ഓഫ് ലിക്വിഡ് 1 liter എന്ന് തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ലിറ്ററിൽ പറ്റില്ല. വോളിയം നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? മീറ്റർ ക്യൂബിലാണ് ചെയ്യുക അല്ലേ? ഇപ്പോൾ മീറ്റർ ക്യൂബിൽ ചെയ്യുമ്പോൾ എന്താ ചെയ്യണം? ലിറ്ററിനെ എങ്ങനെ മീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കണ്ടേ? അപ്പോൾ ലിറ്ററിനെ മീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഒന്നുമില്ല, ശ്രദ്ധിക്കുക. തന്നിരിക്കുന്ന ലിറ്ററിനെ എത്ര ലിറ്ററിലാണോ തന്നിരിക്കുന്നത് ആയിക്കോട്ടെ, അതിനെ ഡിവൈഡഡ് ബൈ 1000 കൊണ്ട് ചെയ്താൽ നമുക്ക് എന്തിലേക്ക് കിട്ടും? മീറ്റർ ക്യൂബിലേക്ക് കിട്ടും. സോ വി ക്യാൻ റൈറ്റ് 1 liter ഈക്വൽ ടു 1 liter ആണ്. 1 liter ഈക്വൽ ടു വി ക്യാൻ റൈറ്റ് 1/1000 മീറ്റർ ക്യൂബ്. ഓക്കെ, 1/1000 മീറ്റർ ക്യൂബ് ആണ് എന്ത്? 1 liter. 1 liter ഈക്വൽ ടു 1/1000 മീറ്റർ ക്യൂബ് ആണ്. ക്ലിയർ അല്ലേ? ഇപ്പോൾ നമ്മൾ എന്താ എഴുതേണ്ടത്? ആദ്യം എന്താ തന്നിരിക്കുന്നത്? നമുക്ക് വോളിയം ഓഫ് എ ലിക്വിഡ് ആണ് തന്നിരിക്കുന്നത് അല്ലേ? അത് എത്രയാണ്? 1 liter ആണ്. അപ്പോൾ 1 liter എന്ന് പറയുമ്പോൾ എന്താണ്? 1 divided by 1000 മീറ്റർ ക്യൂബ് അല്ലേ? സോ ഞാൻ ഡയറക്റ്റ്ലി എഴുതാം ഇവിടെ 1 divided by 1000 മീറ്റർ ക്യൂബ്. പിന്നെന്താ തന്നിരിക്കുന്നത്? ഇവിടെ വെയിറ്റ് ആണ് തന്നിരിക്കുന്നത് അല്ലേ? ലിക്വിഡ് 1 liter ഓഫ് ലിക്വിഡ് വിച്ച് വെയ്സ് 7 Newton. 1 liter ഓഫ് ലിക്വിഡ് ഉണ്ട്. ആ ലിക്വിഡിൻ്റെ വെയിറ്റ് എത്രയാണ്? 7 Newton ആണ് തന്നിട്ടുണ്ട്. വെയിറ്റ് ഓഫ് ലിക്വിഡ്. സോ ഞാൻ സിംപ്ലി W എന്ന് കൊടുക്കുക. വെയിറ്റ് ഓഫ് ലിക്വിഡ് അത് എത്രയാണ്? 7 Newton. ക്ലിയർ അല്ലേ? 7 Newton. ഇത്രയും നമുക്ക് ഗിവൺ ഡാറ്റയേ ഉള്ളൂ അല്ലേ? ചോദ്യത്തിൽ നിന്ന് എഴുതാൻ പറ്റുന്ന ഡാറ്റ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ലിക്വിഡിൻ്റെ വോളിയം തന്നിട്ടുണ്ട്, അത് ലിറ്ററിലാണ് തന്നിരിക്കുന്നത്. അതിന് നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്തു? മീറ്റർ ക്യൂബിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു. ആ ലിക്വിഡിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട്, എത്രയാണ്? ന്യൂട്ടണിൽ നമുക്ക് തന്നിട്ടുമുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി എന്താ ചെയ്യുക? ടു ഫൈൻഡ് എന്തൊക്കെയാണ് കാണേണ്ടത് അല്ലേ? ഗിവൺ ഡാറ്റ നമ്മൾ എഴുതി, നിങ്ങൾ ഇതോടൊപ്പം എഴുതിയെടുക്കണം. ഞാൻ ഇവിടെ കൺവീനിയൻറ്റിന് വേണ്ടി ഗിവൺ ഡാറ്റ ഞാൻ റിമൂവ് ചെയ്ത് കളയാണ്. ഇനി ടു ഫൈൻഡ് എന്താണ് കാണേണ്ടത്?
നിങ്ങൾ എഴുതുമ്പോൾ ഗിവൺ ഡാറ്റ എന്ന് എഴുതിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവണം. അത് കഴിഞ്ഞിട്ട് വേണം ഈ ടു ഫൈൻഡ് എന്നുള്ളത് എഴുതേണ്ടത്. ടു ഫൈൻഡ് അതായത് എന്തൊക്കെയാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്? ആദ്യം എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത്? സ്പെസിഫിക് വെയിറ്റ് അല്ലേ. സ്പെസിഫിക് വെയിറ്റിന് നമ്മൾ കൊടുത്ത സിമ്പിൾ എന്താണ്? സ്മോൾ ലെറ്റർ W. ക്ലിയർ? പിന്നെ എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത്? ഡെൻസിറ്റി. ഡെൻസിറ്റി നമ്മൾ എന്താ കൊടുത്ത്? റോ അല്ലേ. ഡെൻസിറ്റി കാണാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ പിന്നെ എന്താ കാണാൻ പറഞ്ഞിട്ടുണ്ട്? സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് കൊടുത്ത സിമ്പിൾ എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ S. ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? ആദ്യം ചോദ്യം കിട്ടി, ചോദ്യത്തിൽ നിന്ന് ഗിവൺ ഡാറ്റ എഴുതണം. ദെൻ വാട്ട് ആർ ദ ഡാറ്റാസ് വി റിക്വയർഡ്, അതായത് കാണേണ്ടത് എന്താണ്, അതായത് ടു ഫൈൻഡ് എഴുതണം. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താണ്? സൊല്യൂഷൻ. ഇനി നമ്മളിത് സോൾവ് ചെയ്യാൻ പോവാണ്. സോ വി ക്യാൻ റൈറ്റ് സൊല്യൂഷൻ. സൊല്യൂഷൻ എന്താണ്? എങ്ങനെ കാണാം? ആദ്യം ഇതിൽ എന്താ കാണാൻ പഠിക്കുന്നത്? സ്പെസിഫിക് വെയിറ്റ് അല്ലേ കാണാൻ പഠിക്കുന്നത് അല്ലേ. ടു ഫൈനൽ നിങ്ങൾ ആദ്യം ചെയ്ത സ്പെസിഫിക് വെയിറ്റ് അല്ലേ. ഇപ്പം W ആണ് കാണേണ്ടത് അല്ലേ. സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം. സ്പെസിഫിക് വെയിറ്റിൻ്റെ ഡെഫിനേഷൻ എന്താണ്? നമ്മൾ പഠിച്ച് വെയിറ്റ് ബൈ വോളിയം എന്നാണ് അല്ലേ. സ്പെസിഫിക് വെയിറ്റ് നമ്മളിത് സ്മോൾ ലെറ്റർ W ആണ്. വെയിറ്റിന് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ W ആണ് കൊടുക്കുക. വെയിറ്റ് ഡിവൈഡഡ് ബൈ വോളിയം ആണ് എന്ത്? സ്പെസിഫിക് വെയിറ്റ്. ക്ലിയർ? അപ്പോൾ വെയിറ്റ് എന്താണ്? വെയിറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? ഇവിടെ ഈ വെയിറ്റ് അല്ലേ, വെയിറ്റ് നമുക്ക് അറിയാം എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഗിവൺ ഡാറ്റയിൽ നോക്കുക. ഗിവൺ ഡാറ്റയിൽ നിങ്ങളിപ്പോൾ നോട്ടിൽ എഴുതി എടുത്തിട്ടുണ്ടെങ്കിൽ ഗിവൺ ഡാറ്റയിൽ വെയിറ്റ് ഉണ്ടാവും അല്ലേ. 7 Newton ആണ്. അപ്പോൾ വെയിറ്റ് എന്ത് ചെയ്യണം? നമ്മളിവിടെ 7 കൊടുത്തു. അതുപോലെ ഡിവൈഡ് ബൈ വോളിയം ഉണ്ട്. വോളിയം ഓഫ് ലിക്വിഡ് തന്നിട്ടുണ്ടോ? യെസ്. ഇവിടെ 1 ലിറ്റർ എന്ന് തന്നിട്ടുണ്ട്. അതിന് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? മീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്യണം. മീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്ത് നമ്മൾ എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയത്? മീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക? ഡിവൈഡ് ബൈ 1000 ആണ് ചെയ്യുക. സോ വി ക്യാൻ റൈറ്റ് 1 ഡിവൈഡഡ് ബൈ 1000 എന്ന് നമ്മളവിടെ എഴുതിയിട്ടിട്ടുണ്ട്. റൈറ്റ്? ക്ലിയർ അല്ലേ? ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ ഡിവൈഡ് ബൈ 1/1000 അല്ലേ. അപ്പോൾ ഈ 1/1000 ഇങ്ങോട്ട് വരില്ലേ. ഇപ്പോൾ 7 × 1000 അല്ലേ ആവുക അല്ലേ. 7 × 1000 ആകുമ്പോൾ എന്ത് സംഭവിക്കും? 7000 ആവും. സോ വാട്ട് ഈസ് സ്പെസിഫിക് വെയിറ്റ് ഹിയർ? സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 7000 Newton/meter³ എന്നാവും. ക്ലിയർ അല്ലേ? ഐ ഹോപ്പ് മനസ്സിലായെന്ന് വിചാരിക്കണോ. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഹെസിറ്റേറ്റ് ചെയ്യരുത്, നിങ്ങൾ ചോദിച്ച് പോകണം. ഞാൻ ഇവിടെ ഡയറക്റ്റ്ലി എഴുതാം. 7000 സ്പെസിഫിക് വെയിറ്റിൻ്റെ യൂണിറ്റ് എന്താ? വെയിറ്റിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. വോളിയത്തിൻ്റെ എന്താണ്? മീറ്റർ ക്യൂബ്. സോ വി ക്യാൻ റൈറ്റ് Newton/meter³. ക്ലിയർ അല്ലേ? അപ്പോൾ ഫസ്റ്റ് വൺ കഴിഞ്ഞു. ഈ സ്പെസിഫിക് വെയിറ്റ് കഴിഞ്ഞു. രണ്ടാമത് എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത്? ഡെൻസിറ്റി ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം. നിങ്ങൾ സ്പെസിഫിക് വെയിറ്റ് നോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇനി അടുത്ത എന്താ? ഡെൻസിറ്റി ആണ് കാണേണ്ടത് അല്ലേ. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ച്? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ്. മാസ് ഓഫ് ലിക്വിഡ് ബൈ വോളിയം ഓഫ് ലിക്വിഡ് എന്നാണ് പഠിച്ച്. ഇവിടെ മാസ് തന്നിട്ടുണ്ടോ? നമുക്ക് മാസ് തന്നിട്ടുണ്ടോ? ഇല്ല. വോളിയം തന്നിട്ടുണ്ടോ? ഉണ്ട്. മാസ് തന്നിട്ടില്ല, ബട്ട് വോളിയം നമ്മൾക്ക് ഉണ്ട്. വോളിയം തന്നിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ചിന്തിക്കുക. ഇതിൽ ആദ്യത്തെ എങ്ങനെ ഡെൻസിറ്റി കാണാനായിട്ട് വേറെ വല്ല ഇക്വേഷൻ ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക. ഇപ്പോൾ നിങ്ങൾ പറയും മാസ് എന്ന് പറഞ്ഞാൽ സാറ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ഗ്രാവിറ്റി അല്ലേ. നമുക്ക് വെയിറ്റ് കിട്ടിയിട്ടുണ്ട്, അതിൽ നിന്ന് മാസ് കണ്ടുപിടിച്ചോട്ടെ. ശരിയാണ്, അങ്ങനെയും കാണാം. ബട്ട് നമ്മൾ നോക്കൂ, ഇവിടെ ഇതിൻ്റെ മുൻപ് എന്താ? ഡെൻസിറ്റിക്ക് മുൻപ് നമ്മൾ കണ്ടുപിടിച്ച എന്താണ്? സ്പെസിഫിക് വെയിറ്റ് അല്ലേ. സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് വെയിറ്റ് നമ്മൾ ഇങ്ങനെ ഒരു റിലേഷൻ പഠിച്ചിട്ടുണ്ട്. സ്പെസിഫിക് വെയിറ്റിന് തന്നെ വേറെ പഠിച്ച ഒരു റിലേഷൻ എന്താണ്? W = നമ്മൾ എന്ത് എഴുതിയിട്ടുണ്ട്? ρg എന്ന് പറഞ്ഞ ഒരു റിലേഷൻ എഴുതിയിട്ടുണ്ട്. ഉണ്ടോ? ഇല്ലേ? ഒന്ന് മറിച്ച് നോക്കിയാൽ മതി. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാണ്. സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ബൈ വോളിയം ആണ്. ആ വെയിറ്റിനെയും വോളിയത്തിനെയും നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് ഒരു റിലേഷൻ ഫോം ചെയ്തു. അതാണിത് ρg എന്ന് പറയുന്നത് അല്ലേ. ഇതിൽ നമുക്ക് വെയിറ്റ് നോൺ അല്ലേ. വെയിറ്റ് നമ്മൾക്കറിയാം. G ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിഫോൾട്ടായിട്ട് അറിയാം. എന്താണ്? 9.81 ആണ്. സോ ഓൺലി അൺനോൺ എന്ന് പറയുന്നത് എന്താണ്? റോ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് റോ കണ്ടുപിടിച്ചൂടെ? ഡെൻസിറ്റി കണ്ടുകൂടെ? ക്ലിയർ അല്ലേ? അപ്പോൾ ഡെൻസിറ്റി കാണാൻ നമുക്കറിയാം മാസ് ബൈ വോളിയം ആണ് ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ എടുക്കുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ മാസ് തന്നിട്ടില്ല, ഓൺലി വോളിയം അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യനിൽ തന്നുള്ള ഡാറ്റ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും നോക്കുക. അപ്പോൾ ക്വസ്റ്റ്യനിൽ വെയിറ്റേ തന്നിട്ടുള്ളൂ.
വെയിറ്റും വോളിയമേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഓക്കെ, സ്പെസിഫിക് വെയിറ്റ് അറിയാം, സ്പെസിഫിക് വെയിറ്റിനുള്ള റിലേഷൻ അറിയാം. എന്താണ്? റോ ജി എന്ന് പറഞ്ഞ റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ എടുത്ത് നോക്കുമ്പോൾ അതിൽ റോ ഉണ്ട്, റോ ഡെൻസിറ്റി ആണ്. അപ്പോൾ ഓൺലി അൺനോൺ ഫാക്ടർ എന്ന് പറയുന്നത് ഇവിടെ ഡെൻസിറ്റി മാത്രമാണ്. ബിക്കോസ് വെയിറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾക്കറിയാം. സോ വിത്ത് ദിസ് റിലേഷൻ വി ക്യാൻ ഫൈൻഡ് വാട്ട്? ഡെൻസിറ്റി കാണാം. സോ നമ്മൾ ഇക്വേഷൻ എഴുതും. ടു ഫൈൻഡ് ഡെൻസിറ്റി കാണാൻ വേണ്ടിയിട്ട്, അതായത് റോ ടു ഡിറ്റർമൈൻ റോ കാണാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത് എന്താണ്? W ഈക്വൽ ടു റോ ജി ആണ്. സോ വി ക്യാൻ റൈറ്റ് റോ ഈക്വൽ ടു എന്താണ്? W/G എന്ന് എഴുതാം. സോ W എന്താണ്? 7 ന്യൂട്ടൺ ആണ്. G എന്താണ്? 9.81 ആണ്. അല്ലേ? ക്ലിയർ അല്ലേ? 9.81 ആണ്. ഇത് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? 7/7 ഡിവൈഡഡ് ബൈ 9.81 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? അതൊന്ന് പറയാം. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും, ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെയിറ്റിൻ്റെയും ഗ്രാവിറ്റിൻ്റെയും വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടും ആൻസർ 713.5 ഡെൻസിറ്റിയാണ്. ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഓക്കെ, 713.5 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഡെൻസിറ്റി ആയി. ഓക്കെ, ഇനി ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത് എന്താ കാണാൻ പറഞ്ഞെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ സ്പെസിഫിക് ഗ്രാവിറ്റി കാണുക? സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ച്? സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ പഠിച്ച് നമ്മൾ? സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എസ് ആണ്, ക്യാപിറ്റൽ ലെറ്റർ എസ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? ഡെൻസിറ്റി ഓഫ് എ ഫ്ലൂയിഡ് അല്ലേ? ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ലിക്വിഡ്. ഇതിങ്ങനെ മതി, സ്റ്റാൻഡേർഡ് ലിക്വിഡ് LQ എന്ന് ഇടാം. ക്ലിയർ? ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ലിക്വിഡ് ആണ്. ഇവിടെ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് എന്താണ്? നമ്മളിപ്പോൾ ജസ്റ്റ് ഇതിന് മുൻപ് കണ്ടുപിടിച്ചാണ്. എത്രയാണ്? 713.5. ക്ലിയർ? ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ലിക്വിഡ് എന്താണ്? വാട്ടറിൻ്റെ ഡെൻസിറ്റി. അത് എത്രയാണ്? 1000 ആണ് അല്ലേ? അപ്പോൾ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് എന്ന് പറയുമ്പോൾ 713.5 ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ലിക്വിഡ്, ദാറ്റ് ഈസ് നത്തിങ്, വാട്ടർ ആണ്. വാട്ടറിൻ്റെ ഡെൻസിറ്റി എത്രയാണ്? 1000 ആണ്. 1000. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇത് ചെയ്യുമ്പോൾ ആൻസർ എത്രയാണ് കിട്ടുന്നത്? 0.7135. ക്ലിയർ അല്ലേ? സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് യൂണിറ്റ് ഉണ്ടോ? ഇല്ല, ഡയമെൻഷൻ ലെസ് ആണ്, അതുകൊണ്ട് എന്താണ്? യൂണിറ്റ് ഇല്ല. സോ ദിസ് ഈസ് അവർ ഫസ്റ്റ് പ്രോബ്ലം. ഐ ഹോപ്പ് ഓൾ ക്യാൻ ഡു ദിസ് പ്രോബ്ലം വെരി ക്ലിയർലി. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കണു. ഡൗട്ട്സ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണോ? അറ്റ്ലീസ്റ്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. സോ ലെറ്റ്സ് മൂവ് ടു അവർ നെക്സ്റ്റ് പ്രോബ്ലം. ഇനി ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. അടുത്ത പ്രോബ്ലം ആണ്, ജസ്റ്റ് റീഡ് ഔട്ട് ചെയ്യാം ഞാൻ. കാൽക്കുലേറ്റ് ദ ഡെൻസിറ്റി, സ്പെസിഫിക് വെയിറ്റ് ആൻഡ് വെയിറ്റ് ഓഫ് 1 liter of petrol of specific gravity 0.7. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് എന്തൊക്കെയാണ്? ഡെൻസിറ്റി കാണണം, സ്പെസിഫിക് വെയിറ്റ് കാണണം, വെയിറ്റും കാണണം. എന്തിൻ്റെ? 1 liter ഓഫ് പെട്രോൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 1 liter ഓഫ് പെട്രോൾ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി 0.7.
പെട്രോളാണ്, 1 ലിറ്റർ പെട്രോളാണ്. പെട്രോളിൻ്റെ സ്പെസിഫിക് വെയിറ്റ് ഡെൻസിറ്റി സ്പെസിഫിക് വെയിറ്റും കാണാൻ പറഞ്ഞിട്ടുണ്ട്. ആ പെട്രോളിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ് തന്നിട്ടുണ്ട്? 0.7 ആണെന്ന് തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ആസ് യൂഷ്വൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഗിവൺ ഡാറ്റ എഴുതണം. ഗിവൺ ഡാറ്റയിൽ എന്താ തന്നിരിക്കുന്നത്? ഗിവൺ ഡാറ്റയിൽ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? 1 ലിറ്റർ പെട്രോൾ ആണ് അല്ലേ? ദാറ്റ് ഈസ് നത്തിങ്, വോളിയം ആണ് തന്നിരിക്കുന്നത്. ദേ ഹാവ് ഗിവൺ വോളിയം ഓഫ് പെട്രോൾ. ഞാനിവിടെ സിംപ്ലി വി എന്നാണ് എഴുതുന്നത്. വോളിയം ഓഫ് പെട്രോൾ ആണ്. വോളിയം ഓഫ് പെട്രോൾ ഈക്വൽ ടു എത്രയാണ്? 1 ലിറ്റർ. ക്ലിയർ അല്ലേ? പിന്നെ എന്താ തന്നിരിക്കുന്നത്? സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് പെട്രോൾ ആണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് സ്പെസിഫിക്, ക്യാപിറ്റൽ ലെറ്റർ എസ്, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് പെട്രോൾ. അത് എത്രയാണ് തന്നിരിക്കുന്നത്? 0.7. ക്ലിയർ അല്ലേ? ഗിവൺ ഡാറ്റ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കാൽക്കുലേറ്റ് ചെയ്യാൻ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ടു ഫൈൻഡ് എന്താണ്? ഡെൻസിറ്റി കാണണം, അതായത് റോ കാണണം, സ്പെസിഫിക് വെയിറ്റ് കാണണം, ദാറ്റ് ഈസ് സ്മോൾ ലെറ്റർ W കാണണം, ആൻഡ് വെയിറ്റ് കാണണം, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ W നമുക്ക് കാണണം. ക്ലിയർ അല്ലേ? അപ്പോൾ ആദ്യം എന്താണ്? ഡെൻസിറ്റി കാണണം അല്ലേ? ഡെൻസിറ്റി കാണണമെങ്കിൽ നമുക്ക് എന്താ അറിയാം? ഡെൻസിറ്റി ഈക്വൽ ടു എന്താണ്? മാസ് ബൈ വോളിയമാണ് റിലേഷൻ. ഇതിൽ മാസ് നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. വോളിയം തന്നിട്ടുണ്ടോ? ഉണ്ട്, വോളിയം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മാസ് അൺനോൺ ആണ്. അതുകൊണ്ട് നമുക്കിവിടെ ഡെൻസിറ്റി കാണാൻ കഴിയില്ല. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ കാണാം? ഡെൻസിറ്റി എങ്ങനെ കാണാം? നമ്മൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എന്താ കിട്ടുന്നത് നമുക്ക്? ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത്? വോളിയം തന്നിട്ടുണ്ട്, സ്പെസിഫിക് ഗ്രാവിറ്റിയും തന്നിട്ടുണ്ട് അല്ലേ? വോളിയം തന്നിട്ടുണ്ടെന്നാണ്, സ്പെസിഫിക് ഗ്രാവിറ്റിയും തന്നിട്ടുണ്ട്. നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റിൻ്റെ ഇക്വേഷൻ അറിയാം. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ആണ് അല്ലേ? ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ലിക്വിഡ് ആണ്. ക്ലിയർ അല്ലേ? ഇതിൽ ഈ റിലേഷൻ, സ്പെസിഫിക് ഗ്രാവിറ്റിൻ്റെ റിലേഷൻ വെച്ച് നോക്കുമ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് അവൈലബിൾ ആണ് അല്ലേ? സ്പെസിഫിക് ഗ്രാവിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.7 തന്നിട്ടുണ്ട്. ഇവിടെ ക്വസ്റ്റ്യനിൽ 0.7 തന്നിട്ടുണ്ട് അല്ലേ? ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ലിക്വിഡും നമുക്കറിയാം. എന്താണ് സ്റ്റാൻഡേർഡ് ലിക്വിഡ്? ഏതാ നമ്മൾ എടുക്കുന്നത്? വാട്ടർ ആണ് അല്ലേ? അത് എത്രയാണ്? ഡിഫോൾട്ടായിട്ട് നമുക്കറിയാം 1000 ആണ്. 1000 kg/m³ ആണെന്ന്. അപ്പോൾ ഓൺലി അൺനോൺ തിങ് എന്താണ്? ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ആണ്. ഈ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ഡെൻസിറ്റി ഓഫ് വാട്ട്? പെട്രോൾ ആണ്. ക്ലിയർ അല്ലേ? കാര്യം മനസ്സിലായോ? ഡെൻസിറ്റി ഓഫ് പെട്രോൾ ആണ്. സോ നമുക്ക് ഈ റിലേഷൻ വെച്ച് നമുക്ക് ഡെൻസിറ്റി കണ്ടുകൂടെ അല്ലേ? പെട്രോളിൻ്റെ ഡെൻസിറ്റി കണ്ടുകൂടെ? ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. സോ ബേസ്ഡ് ഓൺ ദിസ് റിലേഷൻ we can write ഞാനൊന്ന് റേസ് ചെയ്യുന്നുണ്ട്. വി നോ ദാറ്റ് എന്താണ്? സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് പെട്രോൾ ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് പെട്രോൾ ഡിവൈഡഡ് ബൈ density of standard liquid, that is nothing, density of water. So in question they have given specific gravity, so we can write 0.7 equal to density of petrol divided by density of water എത്രയാണ്? 1000 ആണ്. ക്ലിയർ അല്ലേ? ഐ ഹോപ്പ് ക്ലിയർ. ഞാനിവിടെ എഴുതുന്നത് കുറച്ച് ഇതാണ്. എൻ്റെ അടുത്ത് പെന്നില്ല, ഞാൻ കൈ കൊണ്ടാണ് ചെയ്യണത്, അതുകൊണ്ടാണ് പ്രശ്നം വരുന്നത്. അടുത്ത ക്ലാസ് മുതൽ നമുക്ക് ശരിയാക്കാം. ക്ലിയർ? അപ്പോൾ ഇതിൽ ഏതാണ്? നമുക്കിത് മാത്രമല്ല അൺനോൺ ഉള്ളൂ അല്ലേ? അപ്പോൾ ഡെൻസിറ്റി ഓഫ് പെട്രോൾ എന്താ വരിക? 1000 നമ്മൾ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകും അല്ലേ? ഇവിടെ എഴുതി കാണിക്കാം, അത് മാത്രം എഴുതി കാണിക്കാം. സോ ഡെൻസിറ്റി ഓഫ് പെട്രോൾ ഈക്വൽ ടു എന്താ വരിക? സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. സോ സ്പെസിഫിക് ഗ്രാവിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.7 ആണ്. ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ നമ്മൾ അപ്പോൾ എഴുതി എത്രയാണ്? 1000 ആണ്. സോ എന്താ കിട്ടുക? 7
100 kg/m³. ക്ലിയർ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓവർ. ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ? ഇനി അതേപോലെ സ്പെസിഫിക് വെയിറ്റ് കാണണം. ഓക്കെ അല്ലേ? സ്പെസിഫിക് വെയിറ്റ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യണം. സ്പെസിഫിക് വെയിറ്റ് കാണാനായിട്ട് എന്ത് ചെയ്യുക? സ്പെസിഫിക് വെയിറ്റിൻ്റെ ഇക്വേഷൻ അറിയണം അല്ലേ? സ്പെസിഫിക് വെയിറ്റ് എന്താണ്? സ്മോൾ w ആണ്. സ്പെസിഫിക് വെയിറ്റ് ഈക്വൽ ടു എന്താണ് നമ്മൾ പഠിച്ചത്? വെയിറ്റ് ബൈ വോളിയമാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കണം, വെയിറ്റ് തന്നിട്ടുണ്ടോ? ഇല്ല. വോളിയം തന്നിട്ടുണ്ടോ? ഉണ്ട്. അപ്പോൾ വെയിറ്റ് നമുക്ക് തന്നിട്ടില്ല, ബട്ട് നമുക്ക് എന്താണ് വോളിയം തന്നിട്ടുണ്ട് എന്ന് കരുതിയിട്ട് നമുക്ക് സ്പെസിഫിക് വെയിറ്റ് കാണാൻ പറ്റുമോ? ഇതിൽ പറ്റില്ല. ബട്ട് സ്പെസിഫിക് വെയിറ്റിനുള്ള വേറെ റിലേഷൻ എന്താണ്? വേറെ ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ച്? സ്പെസിഫിക് വെയിറ്റ് ഈക്വൽ ടു എന്താണ്? സ്പെസിഫിക് വെയിറ്റ് ഈക്വൽ ടു എന്താണ്? റോ ജി എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? റോ ജി എന്ന് പഠിച്ചിട്ടുണ്ട്. ഇത് നോക്കുമ്പോൾ എന്താണ്? റോ എന്താണ് അറിയോ? യെസ് അറിയാം. നമ്മളെന്താണ് ഇപ്പോൾ കണ്ടുപിടിച്ചു? എത്രയാണ് ഡെൻസിറ്റി ഓഫ് പെട്രോൾ? എത്ര കണ്ടുപിടിച്ച്? 700 കണ്ടുപിടിച്ചു. ജി നമുക്ക് ഡിഫോൾട്ടായിട്ട് അറിയാം. സോ വി ക്യാൻ റൈറ്റ് ഡെൻസിറ്റി നമ്മൾ കണ്ടുപിടിച്ചു 700 ഇൻറ്റു ജി എത്രയാണ്? ജി 9.81 ആണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എന്താ കിട്ടുക? ഇത് ചെയ്യുമ്പോൾ സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടി ആൻസർ 6867. സ്പെസിഫിക് വെയിറ്റ് ആണ്, യൂണിറ്റ് Nm/m³. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? കാരണം സ്പെസിഫിക് വെയിറ്റിന് റോ ജി എന്ന് പറഞ്ഞ റിലേഷൻ ഉണ്ട്, അതറിയാം. ഇതിൽ റോ നമ്മൾക്കറിയാം, ജസ്റ്റ് ഇതിന് മുൻപ് കണ്ടുപിടിച്ചു. ജിയുടെ വാല്യൂ അറിയാം. സോ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് സ്പെസിഫിക് വെയിറ്റ് കണ്ടുപിടിക്കുക. സോ വി ഹാവ് ഡിറ്റർമൈൻഡ് വാട്ട്? സ്പെസിഫിക് വെയിറ്റ് ഡിറ്റർമൈൻ ചെയ്തു. അപ്പോൾ 3 എണ്ണമാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഡെൻസിറ്റി, സ്പെസിഫിക് വെയിറ്റ്, വെയിറ്റ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അതിൽ നമ്മളിപ്പോൾ ഡെൻസിറ്റിയും സ്പെസിഫിക് വെയിറ്റും കണ്ടു. ഇനി ലാസ്റ്റ് എന്താ കാണേണ്ടത്? വെയിറ്റ് ആണ് കാണേണ്ടത് അല്ലേ? ഇപ്പോൾ വെയിറ്റ് കാണാൻ എങ്ങനെ കാണും? വെയിറ്റ് ഓഫ് ലിക്വിഡ്, ദാറ്റ് ഈസ് വെയിറ്റ് ഓഫ് പെട്രോൾ കാണണം. കാണാനായിട്ട് എന്താ ചെയ്യുക? നമ്മൾ ചിന്തിച്ച് നോക്കണം. നമ്മൾ സ്പെസിഫിക് വെയിറ്റ് അറിയാം അല്ലേ? സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ w ആണ്. സ്പെസിഫിക് വെയിറ്റിൻ്റെ ഡെഫിനിഷൻ എന്താ പറഞ്ഞത്? വെയിറ്റ് ഓഫ് ലിക്വിഡ്, അതായത് ക്യാപിറ്റൽ ലെറ്റർ w ബൈ വോളിയം ഓഫ് ലിക്വിഡ് ആണല്ലോ അല്ലേ? നമ്മളിപ്പോൾ സ്പെസിഫിക് വെയിറ്റ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു അല്ലേ? സ്പെസിഫിക് വെയിറ്റ് ഇപ്പോൾ നമ്മൾക്കറിയാം. വോളിയം ഓൾറെഡി അറിയാം, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ റിലേഷൻ നോക്കുമ്പോൾ ഓൺലി അൺനോൺ തിങ് എന്താണ്? നമുക്ക് വെയിറ്റ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വെയിറ്റ് കണ്ടുപിടിക്കാം. സോ വി ക്യാൻ റൈറ്റ് വെയിറ്റ് ഓഫ് പെട്രോൾ ഈക്വൽ ടു എന്താണ്? സ്പെസിഫിക് വെയിറ്റ് ഓഫ് പെട്രോൾ ഇൻറ്റു വോളിയം ഓഫ് പെട്രോൾ. എത്രയാണ് സ്പെസിഫിക് വെയിറ്റ് നമുക്ക് കിട്ടിയത്? 6867 ഇൻറ്റു വോളിയം നമുക്ക് എത്ര കിട്ടിയത്? വോളിയം എത്രയാണ്? 1 ലിറ്റർ അല്ലേ തന്നെ? 1 ലിറ്റർ ഓഫ് പെട്രോൾ അല്ലേ? 1 ലിറ്റർ എന്ന് പറയുമ്പോൾ അതിന് എന്ത് ചെയ്യണം? മീറ്റർ ക്യൂബിക് ആക്കണം. അപ്പോൾ എന്താണ്? 1/1000 ആണ് അല്ലേ? 1/1000 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? എത്ര മീറ്റർ ക്യൂബായിരിക്കും? ഡെസിമൽസിൽ എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? 0.001 അല്ലേ? 1. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് എത്ര ആൻസർ കിട്ടുക? വെയിറ്റ് എത്ര കിട്ടുക? ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന എത്രയാണ്? 6.867 ന്യൂട്ടൺ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? വെയിറ്റ് ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് പ്രോബ്ലം. പ്രോപ്പർട്ടീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇത്രയേ എടുക്കണുള്ളൂ. നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് ഈ 2 പ്രോബ്ലം വൃത്തിയായിട്ട് തന്നെ ഞാൻ ഈ കാണിച്ച പോലെ ഇങ്ങനെ വൃത്തികേടായിട്ടല്ല, നല്ല വൃത്തിക്ക് നിങ്ങളുടെ നോട്ടിൽ എഴുതിയെടുക്കണം, മനസ്സിലാക്കി എഴുതിയെടുക്കുക. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ക്ലാരിഫൈ ചെയ്ത് പോവുക. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിട്ട് അതിനെ സ്കിപ്പ് ചെയ്യരുത്. കാരണം ഇത് ഇവിടം തൊട്ട് നമ്മൾ ക്ലിയർ ചെയ്താലേ ഇനി ഫർദറായിട്ട് പോകുമ്പോൾ നന്നായിട്ട് പഠിക്കാൻ കഴിയുള്ളൂ. സോ സ്റ്റുഡൻസ്, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.